ഫ്രോക്ക് നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ കേട്ടോ നമ്മൾ ഇടുന്നത്. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കിയുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ ഇടാം കേട്ടോ. കഴുത്തിൻ്റെ വീതി 3.25 അടയാളപ്പെടുത്താം. താഴേക്ക് കഴുത്തിൻ്റെ ലെങ്ത്ത് 5 അടയാളപ്പെടുത്താം. ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഇനി വെട്ടണേ. അപ്പോൾ നിങ്ങൾ മാറ്റി വെട്ടാം. ഇവിടെ നിന്നും 5 അടയാളപ്പെടുത്തി നോക്കാം. ഈ കഴുത്തിൻ്റെ വീതി ഇവിടെ 3.25 അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇതിലേക്കൊരു വര വരയ്ക്കാം കേട്ടോ. ഈ കഴുത്തിൻ്റെ റൗണ്ട് ഷേപ്പിൽ അടയാളപ്പെടുത്തി വരയ്ക്കുക. ഷോൾഡർ 3 അടയാളപ്പെടുത്താം. ഷോൾഡറിൻ്റെ നീളം 6 അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ കഴുത്തിൻ്റെ 3.25 3 നോക്കിയിട്ട് 6.25 കിട്ടണില്ലേ നോക്കാം. ഇതിൽ നിന്ന് നേരേക്കൊരു വര വരയ്ക്കുക. പിന്നെ ഷോൾഡറിൻ്റെ വീതിയായിട്ട് ഒരു 10.5 മതി. 10.5 അടയാളപ്പെടുത്താം. കൈക്കുഴി വരയ്ക്കുക. താഴേക്ക് പ്രില്ലിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, അതായത് ഒരു 5 സെൻറ്റിമീറ്റർ ഇറക്ക് എന്നുള്ള രീതിയിൽ നീട്ടത്തിൽ നമ്മളൊരു പീസ് തുണി എടുത്ത് വയ്ക്കുക. അത്യാവശ്യം ഒരു 2 മീറ്ററെങ്കിലും വേണ്ടി വരും കേട്ടോ നീളം. അല്ലെങ്കിൽ ഒരു 1.5 മീറ്ററോ അടുത്തെങ്ങാനും മതിയായിരിക്കും അടിയിൽ പ്രില്ല് വയ്ക്കാനുള്ളത്. അപ്പോൾ അത് ഇറക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററോ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ഉള്ളത് എടുക്കുക, കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പ്രില്ല് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ അല്ലെങ്കിലും വേറെ ഫ്രോക്ക് നൈറ്റിയുടെ നമ്മൾ ചാനലിലുണ്ട്. അപ്പോൾ അത് പോയി കാണാം.